ഇൻസ്റ്റഗ്രാം ഊമയാക്കി മാറ്റിയ എൻ്റെ ഒരു പാവം പഴയ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ സൗണ്ടെല്ലാം കൊടുത്ത് രണ്ടാമതും പൂർവാധികം ശക്തി പ്രാപിപ്പിച്ച് കൊണ്ടുവരാനാണ് നോക്കുന്നത്. നിങ്ങളും കട്ടയ്ക്ക് കൂടെ നിൽക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്യാബേജ് എടുക്കുക. ക്യാബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ മെയിനായിട്ട് ക്യാബേജ്, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമ്മുടെ ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ച് അങ്ങോട്ട് ഞെരടി എടുക്കുക എന്ന് വേണം പറയാനായിട്ട്. അതിലേക്ക് കുറച്ച് സവാള ചേർക്കാൻ ഞാൻ മറന്നുപോയി. അവ രണ്ടാമത് ചേർത്ത് ഒന്നുകൂടെ ഞെരടി എടുക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുക, നമുക്ക് ഇതങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, ഉഴുന്ന പരിപ്പും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആ ഒരു മിക്സ് എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നുമില്ല, നമ്മുടെ ഈ സംഭവം എല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ച് വെറുതെ മേലോട്ട് നോക്കിയിരിക്കുക. കുറച്ച് കഴിയുമ്പം ആവിയൊക്കെ വന്ന് നല്ല സ്മെല്ല് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അതാ ഈ പരുവായിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ചട്ടിക്ക് അനുസരിച്ചിരിക്കും. താഴെയൊന്നും പിടിച്ചു പോവാതെ ശ്രദ്ധിച്ച് അങ്ങ് ഉണ്ടാക്കിയെടുക്കുക. സംഭവം കിടുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചൊരു പപ്പടമൊക്കെ വെച്ച് സൈഡിൽ ആർഭാടാക്കി കുറച്ച് സാലഡൊക്കെ വെച്ച് അങ്ങനെയാണ് കഴിക്കുന്നത്. നിങ്ങളിപ്പോൾ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കി പരിചയമുള്ളവരാണെന്ന് എനിക്കറിയാം. എനിക്കിടാൻ വേറെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പുതിയ ഇൻഫർമേഷൻ അല്ലേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ എപ്പോഴെങ്കിലും.